രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഈ വിഷയത്തിൽ കനത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഒരു ഓൺലൈൻ പരാതിയുടെ പേരിൽ അർദ്ധരാത്രിയുടെ മറവിൽ അതിനാടകീയമായി MLA കൂടിയായ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയന്റെ പ്രതികാര നടപടിയാണ് എന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ അറസ്റ്റാണ് രാഹുലിന്റെ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് കാഴ്ചവെച്ചത്. ബലാത്സംഗ കേസിലെ കസ്റ്റഡി അപേക്ഷയിന്മേലുള്ള വാദത്തിൽ പോലീസിനെതിരെ രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നതും പിണറായി വിജയന്റെ പകയിലേക്ക് തന്നെയാണ്. കസ്റ്റഡിയിലെടുത്ത സ്ഥലത്ത് നിന്നും തിരുവല്ല കോടതിയിൽ എത്തിച്ചത് പ്രദർശന വസ്തുവാക്കാനാണ് എന്നാണ് രാഹുലിന്റെ വാദം. പോലീസ് തന്നെ പൊതുജന വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുത്തുവെന്നും രാഹുൽ ആരോപിച്ചു. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാറിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് അഖിലാഷ് ചന്ദ്രനാണ് കോടതിയിൽ രാഹുലിന് വേണ്ടി ഹാജരായത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചു. ലൈംഗിക വൈകൃതമുള്ളയാളാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന് രാഹുൽ വാദിച്ചു. ഇതുവഴി തന്റെ ഭാവി തകർക്കലാണ് ലക്ഷ്യമിടുന്നത് എന്നും കോടതിയിൽ രാഹുൽ പറഞ്ഞു. എന്തിനാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതിലുള്ള വൈരാഗ്യമാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. തെളിവെടുപ്പിന്റെ പേരിൽ പ്രതിയെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോയി വളരെ മോശമായി ചിത്രീകരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പ്രതിയെ ഒരു വേട്ട മൃഗത്തെ പോലെയോ പോലീസിന്റെ വിജയ ചിഹ്നമായോ പൊതുജനമധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും ഇത് ഭരണഘടനയുടെ 21ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെയും നീതിയുക്തമായ വിചാരണയുടെയും ലംഘനമാണ് എന്നും പ്രതിഭാഗം കോടതിയെ ബോധിപ്പിച്ചു. വിചാരണയ്ക്ക് മുൻപേ പ്രതിയെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ പോലീസിന് അവകാശമില്ല എന്ന് അഭിഭാഷകൻ വാദിച്ചു. 2 വർഷം മുൻപ് നടന്നുവെന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ സ്ഥലം പോലീസിന് കൃത്യമായി അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ തെളിവെടുപ്പിനായി പ്രതിയെ പുറത്തു കൊണ്ടുപോകുന്നത് പ്രതിച്ഛായ തകർക്കാൻ മാത്രമാണ് എന്ന് പ്രതിഭാഗം വാദിച്ചു. അതേസമയം നിയമസഭാ സാമാജികരുമായും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധമുള്ള പ്രതിയെ വിട്ടുകിട്ടണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പ്രതി സ്ഥിരം കുറ്റവാളിയാണ് എന്നും പോലീസ് കോടതിയിൽ വാദിച്ചു. പ്രതിക്ക് കേരള നിയമസഭാ സാമാജികരുമായും ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളുമായും ബന്ധമുണ്ട്. ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇരയെ ഭീഷണിപ്പെടുത്താനും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. അതേസമയം ജനങ്ങൾക്കിടയിൽ രാഹുലിനുള്ള പിന്തുണ ഏറി വരുന്നതായാണ് റിപ്പോർട്ടുകൾ. സ്ത്രീ സമൂഹം തന്നെ രാഹുലിനൊപ്പമാണ് എന്നതാണ് ഏറെ കൗതുകം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ പുരുഷൻ മാത്രം എങ്ങനെ തെറ്റുകാരനാകുമെന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വീട്ടമ്മ നടത്തിയ സംഭാഷണത്തിൽ ശക്തമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ അടക്കം നടത്തിയിരിക്കുന്നത്. ആ ശബ്ദരേഖ കേൾക്കാം. തിരുവല്ല ലോഡ്ജിൽ കൊണ്ട് ഇവിടെ ബോധം കെടുത്തിയാണോ രാഹുൽ കൊണ്ടുപോയത്? പാലക്കാട് ലോഡ്ജിൽ കൊണ്ടുപോയത് ബോധം കെടുത്തിയാണോ ഇവിടെ സ്വയബോധത്തോടല്ലേ അയാളുടെ കൂടെ പോയത്? സ്വയബോധത്തോടെ അയാളുടെ കൂടെ പോയി കാര്യം കണ്ടിട്ട് പിന്നെ ഇവിടെ എന്തിനാ പാമ്പിടിച്ച കൊച്ചനെ കുരുക്കേണ്ട കാര്യം എന്തുവാ? അതിന് കൂട്ട് പിണറായിയും പാമ്പിടിച്ച സത്യസന്ധനായ ഉമ്മൻചാണ്ടിയെ വെറുതെ കൂട്ടി അപവാദം പറഞ്ഞ പുള്ളികളാ ഇവരൊക്കെ നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ഈ കേക്കച്ചനല്ലേ അന്നും ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ മുന്നിൽ നിന്നത്? കേക്കച്ചനാ നിന്നത്. പിന്നെ അങ്ങേര് അന്ന് കോൺഗ്രസ്സുകാർ അങ്ങേർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെ, അങ്ങേര് ഒരിക്കലും രാജിവെക്കത്തില്ലായിരുന്നു. ഇവനൊക്കെ കസേരയ്ക്ക് വേണ്ടി കിടന്ന് തൂങ്ങിയതാ അങ്ങേരെ ചതിച്ചത്. കുഞ്ഞാറുകാരനും ചെന്നേച്ച് പറഞ്ഞു ക്ലിപ്പ് ഹൗസില് പിന്നെ 2 പേരും കൂടെ പിണഞ്ഞു കിടക്കുക എന്നാ പറഞ്ഞത്. അതുപോലല്ലേ രാഹുലിനെ പറ്റി ഇവിളി പാലക്കാട് പോയി, തിരുവല്ലായി വന്നു, കോട്ടയത്ത് പോയി, കോഴിക്കോട് പോയി, കാസർഗോഡ് പോയെങ്കിൽ അവിടെ സമ്മതത്തോടല്ലേ, ഇവിടെ മരിച്ചോണ്ട് പോയതല്ലല്ലോ, ഇവിടെ ബോധം കെടുത്തി കൊണ്ടുപോയതല്ലല്ലോ. 1 വർഷം കഴിഞ്ഞപ്പോഴാ പീഡനമായെന്ന് ഇവിടെ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ അവസാനം ഇവനൊക്കെ എന്നാ പാരപെടുത്താലും അയാൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. അതൊക്കെ തന്തയ്ക്ക് പറക്കാഴിയല്ലേ കാണിക്കുന്നത്. പിണറായിക്ക് പണ്ടേ ഉള്ളതാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കിനി 3ാം ഭരണം. അവൻ എന്നാക്കെ കളിച്ചാലും അയക്ക് ഇനി 3ാം ഭരണം കിട്ടാൻ പോകുന്നില്ല. ഇപ്പം പിന്നെ കണ്ടില്ല, ശബരിമല മുഴുവൻ കട്ടുമുടിച്ചു. അവൻ കട്ടുമുടിച്ച് ഇപ്പൊ അത് പിന്നെ എല്ലാത്തിനും അവന്റെ ആൾക്കാരാ കിടക്കുന്ന. അതിനവന് ചോദ്യം ചെയ്യില്ല. രാഹുൽ പെണ്ണുങ്ങടെ പുറകെ പോയത് അവന് സാമാനം ഉള്ളതുകൊണ്ടോ പെണ്ണുങ്ങടെ പുറകെ പോയത്? അവന്റെ പുറകെ വന്നതാ പെണ്ണുങ്ങള്, അല്ല അവന് ഒരു പെണ്ണുങ്ങടെ പുറകെ പോയില്ല. അവനെ കണ്ട് മിണുമിണത്ത് വന്നതാ ഇവളുമാരൊക്കെ. അവനൊരുത്തരുടെ പുറകെ പോയിട്ടില്ല. ഇപ്പൊ ഇവനെന്നാ പിന്നെ ജയിലിൽ കിടക്കുന്നമാരെ ഒന്നും ചോദ്യം ചെയ്യാത്തത്? അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി അപ്പൊ രാഹുലിനെ എടുത്ത് ഇടക്കിട്ടിരിക്കുന്നത്.